ഇന്നലെ രാത്രി 10:45 കൂടിയാണ് തൃശൂർ അയ്യന്തോളിലുള്ള ശോഭാ സുരേന്ദ്രന്റെ വീട്ടിന് മുൻപിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇത് ഒരു ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെയുള്ള ഒരു ആക്രമണമാണ് എന്ന നിലയിലാണ് ബിജെപിയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുൻപിലുള്ള വീട്ടിന്റെ ഗേറ്റിന് മുൻപിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് രാവിലെയോടുകൂടി തന്നെ ഇത് പടക്കമാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തി. പക്ഷേ ബിജെപി അടക്കം പറഞ്ഞിരുന്ന ഇത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ബോംബേർ ഉണ്ടായതാണ്. അത് മാറി അയൽവാസിയുടെ വീടിന് മുൻപിൽ ഉണ്ടായി എന്നൊരു തരത്തിലാണ് ബിജെപി പ്രവർത്തകർ പറയുകയും ചെയ്തിരുന്നത്. വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് എന്ന് ബിജെപി ആരോപിച്ചിരുന്നു. ഇത് ശോഭാ സുരേന്ദ്രന് നേരെയുള്ള അക്രമമാണ്, അതിനെതിരെ ശക്തമായ നടപടി വേണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ ബിജെപിയുടെ ഇത്തരത്തിൽ ആവശ്യം നടത്തുമ്പോഴും തൃശ്ശൂർ നഗരത്തിലടക്കം ബിജെപി വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങളടക്കം നടത്തി. അതിന് പിന്നാലെയാണ് പോലീസ് ഇതിൻ്റെ യഥാർത്ഥ പിന്നാമ്പുറ സത്യങ്ങൾ കണ്ടെത്തുന്നത്. അതായത് ഇത് എന്തെങ്കിലും ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശോഭാ സുരേന്ദ്രന് നേരെയുള്ള അല്ലെങ്കിൽ വീട് നേരെയുള്ള ആക്രമണമായിരുന്നില്ല. ആ പ്രദേശത്ത് ആ നാട്ടുകാരായ ചില യുവാക്കൾ അവരെയാണ് ഇതിൽ കേസിൽ പ്രതികളായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അവർ ഈ ഈസ്റ്ററിന് ബാക്കിയുള്ള പടക്കം സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് തിരികെ മടങ്ങുമ്പോൾ സുഹൃത്തിൻ്റെ വീടിന് മുൻപിലേക്ക് ഇവർ ഈ പടക്കം പൊട്ടിച്ച് ഇടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമോ ഒന്നുമില്ല. ഈസ്റ്ററിന് ബാക്കിയുണ്ടായിരുന്ന പടക്കം ആയിരുന്നു എന്നുള്ളതാണ്. അതും പടക്കമാണ്, മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ നാടൻ ബോംബോ ഒന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രദേശത്ത് തന്നെയുള്ള യുവാക്കളാണ്. അവർ ഈ സാധാരണ രീതിയിൽ പൊട്ടിക്കുന്ന ഒരു കൗതുകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമായി ഈ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുൻപിലേക്ക് പടക്കം പൊട്ടിച്ച് ഇട്ടതാണ്. പക്ഷേ അത് ഇവർക്ക് തന്നെ വിനയാതെ ആ ഘട്ടത്തിൽ ഇവർ ഇത്തരത്തിലൊന്നും വലിയ പ്രശ്നമാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ വാർത്ത വരികയും ബിജെപി അടക്കം വലിയ രീതിയിലുള്ള ഈ ഒരു ആവശ്യമായൊക്കെ രംഗത്ത് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇവർ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചാണെന്ന് പറയുന്നു. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നു. പക്ഷേ ആ കേസ് അത്ര വലിയ കേസൊന്നുമല്ല. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അതായത് അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചത്, അതായത് പൊതുശല്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ പടക്കം പൊട്ടിച്ചതിന് നടക്കുന്ന സ്വാഭാവികമായൊരു നടപടിക്രമം എന്നൊക്കെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അത് ഈ ബിജെപി പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ബോംബേറോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമോ ഒന്നും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.